نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പുറകിലിരിക്കുന്ന ആളുകളൊന്ന് സൊഫിലേക്ക് കയറിയിരിക്കുക, സൊഫ് പൂർത്തീകരിച്ചിരിക്കുക. ശാരീരികമായിട്ട് പ്രയാസമില്ല, ഒന്ന് മുന്നോട്ട് കയറി. സൊഫിൽ ഗ്യാപ്പ് പാടില്ല. നമ്മൾ മഹത്തായ ഒരു ഇബാദത്തിനാണ് വന്നിട്ടുള്ളത്. ഇബാദത്തിൽ നമുക്കൊരിക്കലും അലസത പിടിപെടാൻ പാടില്ല. ശാരീരിക്കാൻ ഇവിടെ ചാരാതിരിക്കാൻ കഴിയാവുന്ന എല്ലാവരും മുന്നിലേക്ക് ഇരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കൃത്യമായ ഒരു അദബ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ജുമുഅ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഇബാദത്താണ്. അവിടെ വന്ന് ഉറങ്ങുകയോ ഖുതുബ ശ്രദ്ധിക്കാതിരിക്കുകയോ ചാരിയിട്ട് അലസമായിട്ട് ഇരിക്കുകയോ ചെയ്യുക എന്നുള്ളത് ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു അവയവമാണ് നാവ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കാൻ വേണ്ടി നമ്മളോട് നിർദ്ദേശിച്ച വിഷയമാണ് നാവ്. നാവിനെ കുറിച്ച് പറയുക അൽ ലിസാനു സിലാഹു ദു ഹദ്ദൈൻ, ഇത് തല മൂർച്ചയുള്ള ആയുധം എന്നാണ്. അത് ഖൈറിന് വേണ്ടിയിട്ടും ശർറിന് വേണ്ടിയിട്ടും ഉപയോഗപ്പെടുത്താൻ മനുഷ്യന് സാധിക്കും. ഓരോ ഖുതുബയുടെ തുടക്കത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ, വിശ്വാസികളെ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ശരിയായ വാക്ക് പറയണം എന്നത്. പരദൂഷണവും ഏഷണിയും കളവും പരിഹാസവും തുടങ്ങി നാവിൽ നിന്ന് വരാവുന്ന തിന്മകളെ പരിശുദ്ധ ഇസ്ലാം ശക്തമായിട്ട് വിലക്കുന്നുണ്ട്. കാരണം ഒരു ആയുധം കൊണ്ട് ശരീരത്തിലൊരു മുറിവേൽപ്പിച്ചാൽ അതൊരു പക്ഷേ മരുന്നുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. എന്നാൽ നാവെന്ന ആയുധം കൊണ്ട് ഒരാളുടെ ഹൃദയത്തിലുണ്ടാക്കുന്ന മുറിവ് ഒരു മരുന്നുകൊണ്ടും ചികിത്സിക്കാൻ നമുക്ക് സാധ്യമല്ല. അതിലേറെ ഗൗരവമുള്ള വിഷയമാണ് ശാപവാക്കുകൾ, നാവിൽ നിന്ന് വരുന്ന ശാപവാക്കുകൾ. മറ്റുള്ളവരോട് ദേഷ്യപ്പെടുമ്പോ പലരും ഉപയോഗിക്കാറുള്ള ഒന്നാണ് ശാപവാക്കുകൾ. നീ നശിക്കട്ടെ, അല്ലെങ്കിൽ കൊലയട്ടെ എന്നിങ്ങനെ. സ്ത്രീകളാണ് ഇത് ഏറ്റവും കൂടുതൽ പറയാറുള്ളത്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ വിളിച്ചിട്ട് പ്രത്യേകം പറഞ്ഞു, യാ മഅ്ശറൻ നിസാ തസദ്ദഖ്ന, സ്ത്രീകളെ നിങ്ങൾ സ്വതക്ക ചെയ്യണം. കാരണം ഇന്നി ഉരീതുകുന്ന അക്തറു അഹ്ലിന്നാർ, നരകത്തിൽ
നിങ്ങളെയാണ് ഞാൻ കൂടുതൽ കണ്ടത്. അവർ ചോദിച്ചു, ബിമയാ റസൂലല്ലാഹ്, എന്താണ് റസൂലേ അതിന്റെ കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കാരണം പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ ലഅനത്ത്, ശാപം നിങ്ങൾ അധികരിപ്പിക്കുന്നുണ്ട്. രണ്ട്, വതക്ഫുർനൽ അശീറ, ഭർത്താവിനോട് നന്ദികേട് നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ രണ്ട് വിഷയത്തിലൊന്നാണ് ശാപം അവർ അധികരിപ്പിക്കുന്നു. ശാപവാക്കുകൾ അധികരിപ്പിക്കുന്ന കാരണത്താൽ അവർ കൂടുതൽ നരകത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ടു എന്നതാണ്. നിസ്സാരമായ വിഷയത്തിൽ, ഒരു പക്ഷേ കുട്ടികളോടാകാം, അല്ലെങ്കിൽ ഭർത്താവിനോടാകാം, അല്ലെങ്കിൽ വളർത്തുന്ന വളർത്തു മൃഗങ്ങളോടാവാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ശാപവാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യംബഗി ലിസിദ്ദീഖിൻ അൻ യകൂന ലഅന, ഒരു സിദ്ദീഖിന്, ഒരു സത്യസന്ധനായ ഒരാൾക്ക് ശാപവാക്കുകൾ ഇങ്ങനെ പറയുക എന്നത് അതൊരിക്കലും യോജിക്കുന്നതല്ല എന്നത്. മറ്റൊരു ഹദീസിൽ ലാ തലഅനു ബിലഅനതില്ലാഹി വലാ ബിഗളബിഹി വലാ ബിന്നാർ, ശാപമുണ്ടാവട്ടെ, അല്ലെങ്കിൽ കോപമുണ്ടാവട്ടെ, അല്ലെങ്കിൽ നീ നരകത്തിൽ പോട്ടെ, ഇങ്ങനെയുള്ള വാക്കുകളൊന്നും യഥാർത്ഥ വിശ്വാസിയുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. കാരണം ഒരു വിശ്വാസി അവന്റെ വാക്ക്, അവന്റെ നാവിലൂടെ വരുന്ന വാക്കുകൾക്ക് നിലയും വിലയുമുണ്ട്. ശുദ്ധമായ വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് ശുദ്ധമായിരിക്കണം. അവന്റെ ഹൃദയത്തെ പോലെ തന്നെ അവന്റെ നാവും ശുദ്ധമാവണം. മോശപ്പെട്ട വാക്ക് നാവിലൂടെ പുറത്തു ചാടുന്നുണ്ടെങ്കിൽ ഹൃദയം ശുദ്ധമല്ല എന്നാണ് അതിനർത്ഥം. ഒരു വിശ്വാസിയുടെ ഗുണമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസൽ മുഅ്മിനു ബിസ്സഹാനി വലൽ ലഅനി വലൽ ഫാഹിഷി വലൽ ബദീ, ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ ഒരിക്കലും തന്നെ അധിക്ഷേപം ചൊരിയുന്നവനല്ല, അവൻ ശാപവാക്കുകൾ പറയുന്നവനല്ല, അസത്യം പുലമ്പുന്നവനല്ല, മോശപ്പെട്ട വാക്കുകൾ, അശ്ലീല വാക്കുകൾ ഇതൊന്നും ഒരു വിശ്വാസിയുടെ നാവിലൂടെ പുറത്തു വരികയില്ല എന്നതാണ്. അതുകൊണ്ടാണ് സത്യവിശ്വാസിയെ ശപിക്കുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു തആല ഉപമിച്ചത് കൊലപാതകത്തോടാണ്. വമൻ ലഅന മുഅ്മിനൻ ഫഹുവ ഖത്ലിഹി, ഒരു മുഅ്മിനിനെ, ഈമാനുള്ള ഒരു മനുഷ്യനെ ശപിക്കുക എന്നത് ഫഹുവ ഖത്ലിഹി, അവനെ കൊല്ലുന്നതിന് സമമാണ്. വമൻ ഖദഫ മുഅ്മിനൻ ബികുഫ്രി ഫഹുവ ഖത്ലിഹി, ഒരു മുഅ്മിനായ മനുഷ്യനെ കുഫ്ർ കൊണ്ട് ആക്ഷേപിക്കുക എന്നത്, അല്ലെങ്കിൽ കുഫ്ർ കൊണ്ട് ആരോപിക്കുക എന്നത് ഖത്ലിഹി, അത് അവനെ കൊല്ലുന്നതിന് സമമാണ് എന്നതാണ്. മാത്രവുമല്ല, അത്തരം ശാപവാക്കുകൾ നാവ് കൊണ്ട് പറയുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് ശുപാർശക്കുള്ള അവസരം പോലും തടയപ്പെടുകയാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ ലഅനീന ലാ യകൂനൂന ശുഹദാഅ വലാ ശുഫആ യൗമൽ ഖിയാമ, ശാപവാക്കുകൾ പറയുന്ന ആളുകൾ അവർ ഒരിക്കലും നാളെ പരലോകത്ത് സാക്ഷികളായി അവർക്ക് വരാൻ സാധ്യമല്ല, ശുപാർശകരായി ഖിയാമത്ത് നാളിൽ വരാൻ അവർക്ക് സാധ്യമല്ല എന്നതാണ്. ഇനി ശപിക്കുന്ന വാക്കുകൾ, ആരെയാണോ ശപിച്ചതെങ്കിൽ ആ ശപിക്കപ്പെട്ടാൽ ശാപത്തിന് അർഹനല്ലെങ്കിൽ ശപിച്ചവനിലേക്ക് തന്നെ ആ ശാപം തിരിച്ചു വരുമെന്നാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നൽ അബ്ദ ഇദാ ലഅന ശൈഅൻ സ്വഇദത്തിൽ ലഅനതു ഇലസ് സമാ, ഒരു അടിമ അവൻ വല്ലതിനെയും ശപിച്ചു കഴിഞ്ഞാൽ സ്വഇദത്തിൽ ലഅനതു ഇലസ് സമാ, അവന്റെ ശാപം ആകാശത്തിലേക്ക് കയറിപ്പോകും. ഫതുഗ്ലഖു അബ്വാബുസ് സമാഇ ദൂനഹാ, എന്നിട്ട് ആകാശം ആ ശാപത്തെ സ്വീകരിക്കാതെ ആകാശത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും. എന്നിട്ട് ആ ശാപവാക്ക് തിരിച്ചു ഭൂമിയിലേക്ക് തന്നെ വരും. ഭൂമിയും ആ ശാപവാക്ക് സ്വീകരിക്കാതെ ഭൂമിയുടെ കവാടം അടക്കപ്പെടും. എന്നിട്ട് അത് ഇടത്തും വലത്തും കറങ്ങി നടക്കും. അതിന് വഴി കാണാത്ത പക്ഷം ഇടത്തും വലത്തുമായ ശാപവാക്ക് ഇങ്ങനെ കറങ്ങി നടക്കും.
فإن كانت لذلك أهلا وإلا رجعت إلى قائلها رجعت إلى الذي لعن فإن كانت لذلك أهلا وإلا رجعت إلى قائلها ആ ശപിക്കപ്പെട്ടവൻ അതിന് അർഹനെങ്കിൽ ശപിക്കപ്പെട്ട വ്യക്തി അതിന് അർഹനെങ്കിൽ ആ ശപിക്കപ്പെട്ടവരിലേക്ക് അത് മടങ്ങും. ഇനി ശപിക്കപ്പെട്ടവൻ അതിനർഹനല്ല എങ്കിൽ അത് പറഞ്ഞ ഖായിലിലേക്ക് തന്നെ ആരാണോ ആ ശാപവാക്ക് ഉരിയാടിയതെങ്കിൽ അവനിലേക്ക് തന്നെ ആ ശാപം മടങ്ങി വരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കേട്ടതായി അബൂ ദർദാ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കാം. വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമാണിത്. പലപ്പോഴും ദേഷ്യപ്പെടുമ്പോ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയുക എന്നത് വിശ്വാസിക്ക് പാടില്ല. കാരണം ഇത്രയും ഗൗരവപ്പെട്ട വിഷയമാണിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബഅദി അസ്ഫാരിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുന്നതിനിടയിൽ അൻസാരിയായ ഒരു സ്ത്രീ ഒട്ടകപ്പുറത്തിങ്ങനെ പോകുന്നത് കണ്ടു. വംറഅത്തുൻ മിനൽ അൻസാർ അലാ നാഖത്തിൻ ഫളജിറത് ഫലഅനതഹാ ആ ഒട്ടകം ഒരു അലസത പ്രകടിപ്പിച്ചപ്പോ ഫലഅനതഹാ ആ സ്ത്രീ ആ ഒട്ടകത്തെ ശപിക്കുകയുണ്ടായി. ഫസമിഅ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. ഫഖാല അന്നേരം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുദൂ മാ അലൈഹാ വദഊഹാ ഫഇന്നഹാ മൽഊന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതിന്റെ മേലെയുള്ള വസ്തുക്കളെല്ലാം ആ ഒട്ടകത്തിന് മേലെയുള്ള വസ്തുക്കളെല്ലാം എടുക്കുകയും വദഊഹാ ആ ഒട്ടകത്തെ വിട്ടേക്കുകയും ചെയ്യുക. ഫഇന്നഹാ മൽഊന ആ ശാപം ആ ഒട്ടകത്തിന് ഏറ്റിട്ടുണ്ട്. ഇമ്രാൻ ബിൻ ഹുസൈൻ പറയുന്നു ഫകഅന്നി അറാഹാ തജൂലു ഫിസ്സൂഖി മാ യഅദിദു ലഹാ അഹദുൻ. അത് ജനങ്ങൾക്കിടയിൽ ആ ഒട്ടകം ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് ഞാനിപ്പോഴും എന്റെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരും അതിനെ ശ്രദ്ധിക്കാറേ ഇല്ല എന്നത്. അപ്പോ ഏതെങ്കിലും ജീവികൾക്ക് നേരെ ഏതെങ്കിലും വസ്തുക്കൾക്ക് നേരെ ഒന്നും ശാപവാക്കുകൾ എന്നത് ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ചിലര് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ആളുകളോടാണ് പാടില്ലാത്തത്, ഏതെങ്കിലും ജീവികളോടും മൃഗങ്ങളോടും വസ്തുക്കളോടും ആകാം എന്നതാണ്. അല്ല, വിശ്വാസിയുടെ നാവിലൂടെ അത്തരത്തിലുള്ള വാക്കുകൾ വരാനേ പാടില്ല എന്നതാണ്. ചിലർ സ്വന്തത്തിനെതിരെ, ചിലർ സ്വന്തം മക്കൾക്കെതിരെ ഒക്കെ ഇത്തരത്തിലുള്ള ശാപവാക്കുകൾ പറയുന്നത് നമുക്ക് കാണാം. എറിയപ്പെട്ട കല്ലുപോലെ അത് തിരിച്ചെടുക്കാൻ സാധ്യമാകാത്ത ഒന്നാണ് നാവിൽ നിന്ന് അത്തരം ശാപവാക്കുകൾ വീണ് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്നതാണ്. ശാപവാക്കുകൾ കൊണ്ട് കളിക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വ്യക്തികളെ പോലെ തന്നെ മറ്റൊന്നാണ് കാറ്റ്, മഴ തുടങ്ങിയവയെ ചിലർ ശപിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ ഒരു കാറ്റടിച്ച് ഒരാളുടെ തട്ടം ഇങ്ങനെ പറന്നുപോയപ്പോ അദ്ദേഹം ആ കാറ്റിനെ ശപിച്ചു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു ലാ തൽഅൻഹാ ഫഇന്നഹാ മഅ്മൂറ. ഒരിക്കലും അതിനെ ശപിക്കരുത്, ആ കാറ്റിനെ ഒരിക്കലും ശപിക്കരുത്. ഫഇന്നഹാ മഅ്മൂറ, അത് മഅ്മൂറയാണ്. അഥവാ ആ കാറ്റ് അതിനോട് കൽപ്പിക്കപ്പെട്ടത് പ്രകാരമാണത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ശപിക്കരുത്. വഇന്നഹു മൻ ലഅന ശൈഅൻ ലൈസ ലഹു ഫി അഹ്ലി റജഅത്തിൽ ലഅനതു അലൈഹി. ആരെങ്കിലും ഒരു വസ്തുവിനെ ശപിക്കുകയും അത് അതിന് അർഹനല്ല എങ്കിൽ അത് ശപിച്ചവനിലേക്ക് തന്നെ ആ ശാപം മടങ്ങുമെന്ന് ആ ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഇന്ന മിൻ അക്ബരിൽ കബായിർ, ഇന്ന മിൻ അക്ബരിൽ കബായിർ, ഏറ്റവും വലിയ മഹാപാതകമാണ് അയ്യൽഅന റജുലു വാലിദൈഹി, ഒരാൾ സ്വന്തം മാതാപിതാക്കളെ ശപിക്കുക എന്നത്. സ്വന്തം മാതാപിതാക്കളെ ശപിക്കുക എന്നത് വൻ പാപങ്ങളിൽപ്പെട്ടതാണ് എന്നതാണ്. മനസ്സിലായില്ല. സ്വഹാബത്ത് ചോദിച്ചു യാ റസൂലല്ലാഹ് വകൈഫ യൽഅനു റജുലു വാലിദൈഹി, എങ്ങനെയാണ് ഒരാൾ സ്വന്തം മാതാപിതാക്കളെ ശപിക്കൽ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു കൊടുത്തു യസുബ്ബു റജുലു അബർ റജുൽ ഫയസുബ്ബു അബാഹു വയസുബ്ബു ഉമ്മഹു. ഒരാൾ മറ്റേയാളുടെ പിതാവിനെ വിളിക്കും, ബാപ്പാക്ക് വിളിക്കും. അപ്പൊ അവൻ തിരിച്ച് ഇവന്റെ വാപ്പാക്കും ഉമ്മാക്കും വിളിക്കും.
അപ്പൊ സ്വന്തം മാതാപിതാക്കളെ ശപിക്കുന്നതിന് അത് സമമായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വ്യത്യസ്ത കാര്യങ്ങളിൽ ഇടപെടുന്നവരാണ് നമ്മൾ. നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട്, മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് പല നിലക്കും പല കാര്യങ്ങളിലും ഇടപെടുമ്പോ ചില സന്ദർഭങ്ങളിലെല്ലാം ദേഷ്യം പിടിക്കുന്ന ശാപവാക്കുകൾ ഊരിയാടേണ്ട ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മളിലേക്ക് വരാം. പക്ഷേ ഈ ഹദീസുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഈ കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് വേണം അവയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ. നമ്മൾ ശപിച്ചത്, ആ ശപിക്കപ്പെട്ടതിന് അർഹനല്ല എങ്കിൽ ശപിച്ചവനിലേക്ക് തന്നെ അത് മടങ്ങി വരും. ശാപവാക്ക് ആകാശത്തേക്ക് കയറിപ്പോകും. ആകാശം സ്വീകരിക്കാതെ അത് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരും. ഭൂമിയും സ്വീകരിക്കാതെ പുറന്തള്ളുമ്പോ അത് അർഹതപ്പെട്ടവനല്ലെങ്കിൽ അത് പറഞ്ഞവനിലേക്ക് തന്നെ അത് തിരിച്ചടിക്കുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗൗരവമേറിയ ആ ഒരു മുന്നറിയിപ്പ് അത് നമ്മൾ ഉൾക്കൊള്ളുകയും വിശ്വാസി എന്നുള്ള നിലക്ക് വിശ്വാസികളുടെ നാവിലൂടെ സദാസമയം നല്ലത് മാത്രം വരേണ്ടതാണ്. ആ നിലക്ക് നിലയും കൽപ്പിക്കേണ്ടതാണ് വിശ്വാസിയുടെ വാക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരെ പോലെ നമ്മളായി തീരാൻ പാടില്ല എന്നതാണ് ഈ ഹദീസുകളിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ നിലക്ക് ആ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും യഥാരൂപത്തിൽ യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ശാപവാക്കുകൾ ഉരിയാടാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഒരു വിഭാഗം ആളുകൾ ചെയ്തു വരുന്ന തിന്മയിലേക്ക് ചേർത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പൊതുവായി ശപിച്ചത് വിശുദ്ധ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണം, സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു, വേദം അവതരിപ്പിച്ചു, ആളുകൾക്ക് അത് കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു. എന്നതിനു ശേഷം ആ കിതാബിലുള്ളത് മറച്ചു വെക്കുന്ന ആളുകൾ, അവർക്ക് ഉലൈക യൽഅനുഹുമുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം അവർക്കുണ്ട്, വയൽഅനുഹുമുൽ ലാഇനൂൻ, ശപിക്കുന്ന എല്ലാവരുടെയും ശാപം അവർക്കുണ്ട് എന്ന് ആ ആയത്ത് നമ്മളെ പഠിപ്പിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണശയ്യയിൽ കിടക്കുന്ന സന്ദർഭം, മരണരോഗം പിടിപെട്ട് കിടക്കുന്ന സന്ദർഭം, ആ സമയത്താണ് റസൂലുള്ളാഹി പറഞ്ഞത്, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, ജൂത ക്രൈസ്തവരെ അല്ലാഹു ശപിക്കട്ടെ. എന്റെ കാരണം ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ അംബിയാക്കളുടെ ഖബറുകളെ അവർ ആരാധനാലയമാക്കിയ കാരണത്താൽ അല്ലാഹുവിന്റെ ശാപം അവർക്കുണ്ടാവട്ടെ എന്ന് ഒരു പൊതുവായ ഒരു സമൂഹം ചെയ്യുന്ന തിന്മക്കെതിരെ ശപിച്ചത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ചില സന്ദർഭത്തിൽ ശാപവാക്കുകൾ നിർബന്ധമാകുന്ന സാഹചര്യവും ഉണ്ടാകും. ശാപവാക്കുകൾ നിർബന്ധമാകുന്ന സാഹചര്യം, അതിനുദാഹരണമാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിൽ ഭർത്താവ് ഭാര്യയെ സംബന്ധിച്ച് അപരാധം ഉന്നയിച്ചു കഴിഞ്ഞാൽ, വല്ലദീന യർമൂന അസ്വാജഹും വലം യകുൽ ലഹും ശുഹദാ ഇല്ലാ അൻഫുസുഹും ഫശഹാദതു അഹദിഹിം അർബഉ ഷഹാദാത്തിൻ ബില്ലാഹ് ഇന്നഹു ലമിനസ് സ്വാദിഖീൻ. ഭർത്താവ് ഭാര്യയെ കുറിച്ച് ആരോപണം ഉന്നയിച്ചു, വ്യഭിചാരാരോപണം ഉന്നയിച്ചു. വലം യകുൽ ലഹും ശുഹദാ, സാക്ഷികളൊന്നുമില്ല. 4 സാക്ഷികളുമാണല്ലോ. 4 വിശ്വാസിനികളെ കുറിച്ച് ആരോപണം ഉന്നയിച്ചാൽ 4 സാക്ഷികളില്ല എങ്കിൽ അവരെ 80 അടിയടിക്കണം. ഫജ്ലിദൂഹും 80 ജൽദ, 80 അടിയടിക്കണമെന്നാണ്. 4 സാക്ഷികളില്ലാതെ
ആ കാര്യം യഥാർത്ഥമായി നടന്നിട്ടുണ്ടെങ്കിൽ പോലും 4 സാക്ഷികളില്ലെങ്കിൽ മിണ്ടാൻ പാടില്ല. 3 ആളുകൾ ദൃക്സാക്ഷികളാണെങ്കിൽ പോലും മിണ്ടാൻ പാടില്ല. 4 സാക്ഷികൾ യഥാർത്ഥ രൂപത്തിൽ കണ്ടെങ്കിൽ മാത്രമേ അത് പറയാൻ തന്നെ പാടുള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് 80 അടി വീതം നിൽക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ ഇത്തരം വാർത്തകൾ രാഷ്ട്രീയ ലാഭത്തിനോ മറ്റോ എടുത്ത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന്റെ ഗൗരവം അവിടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആനിൽ ആ വിഷയമല്ലാതെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ അവിടെ എന്ത് ചെയ്യണമെന്നതാണ്. സ്വാഭാവികമായും 4 സാക്ഷികളെ കൊണ്ടുവരാൻ അത്തരം സന്ദർഭത്തിൽ സാധിച്ചു കൊള്ളണമെന്നില്ല ഭർത്താവ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യണമെന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. അള്ളാനെ കൊണ്ട് 4 പ്രാവശ്യം സാക്ഷ്യം പറയണം. എന്ത്? ഇന്നഹു ലമിന സ്വാദിഖീൻ, അവൻ സത്യം പറയുന്നവനാണ് എന്ന് അള്ളാനെ പിടിച്ച് 4 തവണ അവൻ സത്യം പറയണം. വൽ ഖാമിസ, 5ാമതായിട്ട് അവൻ ചെയ്യേണ്ടത് അന്ന ലഅനത്തുല്ലാഹി അലൈഹി ഇൻ കാന മിനൽ കാദിബീൻ, അവൻ കള്ളമാണ് പറയുന്നതെങ്കിൽ അള്ളാന്റെ ലഅനത്ത്, ശാപം അവനിൽ ഉണ്ടാവട്ടെ എന്ന് 5ാമതായിട്ട് അവൻ പറയണം. വയദ്റഉ അൻഹൽ അദാബ്, ഇനി അവളെ തൊട്ട് ശിക്ഷ തടുക്കപ്പെടും. എങ്ങനെയാണെങ്കിൽ അവൾ അള്ളാഹനെ തൊട്ട് 4 സാക്ഷ്യത്വം അവളും പറയണം. എന്ന് ഇന്നഹു ലമിനൽ കാദിബീൻ, അയാൾ മഹാകള്ളമാണ് പറയുന്നത്. ഭർത്താവ് കള്ളമാണ് പറയുന്നത് എന്ന് അള്ളാഹുവിന്റെ പേരിൽ 4 തവണ സാക്ഷ്യത്വം പറയണം. വൽ ഖാമിസ, 5ാമതായിട്ട് അവൾ പറയണം അന്ന ഗളബല്ലാഹി അലൈഹ ഇൻ കാന മിനസ് സ്വാദിഖീൻ, അയാൾ സത്യമാണ് പറയുന്നതെങ്കിൽ, ഭർത്താവ് സത്യമാണ് പറയുന്നതെങ്കിൽ അള്ളാന്റെ ശാപം, കോപം അവളിലുണ്ടാവട്ടെ എന്ന് 5ാമതായിട്ട് അവൾ പറയണം. അപ്പൊ ഇത്തരം ലഅനത്ത് പറയൽ നിർബന്ധിതമാകുന്ന സാഹചര്യമുണ്ട്. ഓരോന്നിനും ഓരോ സന്ദർഭവും സാഹചര്യവുമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അത് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം ശാപവാക്കുകൾ പറയുന്നതിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അത്തരം സംസാരങ്ങളിൽ നിന്ന്, വാക്കുകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയും ചെയ്യുക. അത് ഈമാനിന്റെ ദുർബല വശമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും വിശ്വാസി എന്നുള്ള നിലക്ക് വിശ്വാസികൾ എങ്ങനെ പറയണം, ഏതെല്ലാം രൂപത്തിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അവരുടെ വാക്കുകൾ എങ്ങനെയാണ് വരേണ്ടത്, കൃത്യമായ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ, ആ പ്രവാചകനെയും സ്വഹാബത്തിനെയും പിൻപറ്റി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവതി വ യാ ഖാദിയൽ ഹജാത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد